Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സിയാസിൻ്റെ ഒരു റീസ്റ്റോറേഷൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലാൻസറിൻ്റെ ഒരു എമൗണ്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ലാൻസർ ഒരു വണ്ടിയുടെ റീസ്റ്റോറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. അതായത് ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തു, ബാക്കിലെ ടൈലൈറ്റ് റീപ്ലേസ് ചെയ്തു, സീറ്റ് കവർ റീപ്ലേസ് ചെയ്തു, ഡാഷ്ബോർഡ് പെയിൻറ്റിങ് ചെയ്തു, അങ്ങനെ ഒരുപാട് വർക്കുകൾ നമ്മൾ ആ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വണ്ടിക്ക് അടിച്ചിരിക്കുന്ന ക്രോമിനേഷൻ എന്ന് പറയുന്ന ഒരു കളറാണ്. ക്രോമിനേഷൻ എന്ന് പറയുന്ന കളറിന് റേറ്റ് ഇത്തിരി കൂടുതലാണ്. 32,000 രൂപയൊക്കെ വരും ഒരു ലിറ്റർ പെയിൻറ്റിന്. അപ്പോൾ ഞാൻ ആ ഒരു എമൗണ്ടിനുള്ള പെയിൻറ്റിൻ്റെ റേറ്റല്ല ഞാൻ പറയുന്നത്. അതായത് സാധാരണ മെറ്റാലിക് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം അടിക്കുമ്പോൾ ലാൻസറുമാരുള്ള വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നതാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് പാച്ച് വർക്കിന് എത്രയാണ്, സീറ്റ് വർക്കിന് എത്രയാണ്, ഹെഡ്ലൈറ്റിന് എത്രയാണ്, ടൈലൈറ്റിന് എത്രയാണ്, എല്ലാം ഫുള്ളായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഏകദേശം 16 വർഷത്തോളം പഴക്കമുള്ള ഒരു ലാൻസറാണ്. വൈറ്റ് കളർ ലാൻസറാണ്. അതിൽ നമുക്ക് ഒരുപാട് പാച്ച് വർക്കും ഡെന്നി വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഏകദേശം 7,000 രൂപയുടെ അടുത്ത് ഡെന്നി വർക്കും പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ പുട്ടി ഒരുപാട് കയറ്റിയിട്ട് അതായത് മുന്നേ പെയിൻറ്റിങ് ചെയ്തവർ ലാൻസറാണ് 16 വർഷം പഴക്കമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്ക് ചെയ്തിരിക്കും. അപ്പോൾ മുന്നേ ചെയ്തവർ ഒരുപാട് പുട്ടിങ് കാര്യങ്ങളെല്ലാം കയറ്റിയ കാരണം അതെല്ലാം മാക്സിമം ഗ്രൈൻഡിങ് ചെയ്ത് കളഞ്ഞ് ബോഡിയെല്ലാം പുറത്തേക്ക് എടുത്ത് മാക്സിമം ഡെന്റി വർക്കും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെന്റി വർക്കും കാര്യങ്ങളും സെറ്റിങ്ങും ചെയ്യുമ്പോൾ ലാൻസറുമാരുള്ള വണ്ടികൾക്ക് ഡെന്റി വർക്കും സെറ്റിങ്ങും ഇപ്പോൾ ഫെൻഡറും ഹെഡ്ലൈറ്റ് തമ്മിലുള്ള ഗ്യാപ്പും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് വന്നപ്പോൾ 7,000 രൂപയോളം ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7,000 രൂപയോളം നമ്മൾക്ക് ഡെന്റി വർക്കും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് ആയിരുന്നു. പെയിൻറ്റിങ് ക്രോമിനേഷൻ എന്ന് പറഞ്ഞ കളർ അടിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന എമൗണ്ട് മെറ്റാലിക് പെയിൻറ്റിങ്ങിൻ്റെ എമൗണ്ടാണ് പറയുന്നത് കേട്ടോ. അതായത് വൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രേ ആയിരിക്കാം, അല്ലെങ്കിൽ മെറ്റാലിക് ഏത് കളറും അടിക്കുമ്പോഴുള്ള റേറ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിന് ഏകദേശം 35,000 രൂപയുടെ അടുത്ത് എമൗണ്ട് വന്നിട്ടുണ്ട്. അതായത് ഈ വണ്ടിക്ക് ഫുൾ പെയിൻറ്റിങ്ങും മെറ്റാലിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ 35,000 രൂപ ടോട്ടൽ എമൗണ്ട് വരും. അപ്പോൾ 35,000 പ്ലസ് 7,000 ഡെന്നി വർക്കിൻ്റെ 7,000. പിന്നെ ഈ വണ്ടിക്ക് ചെയ്തിരിക്കുന്നത് സീറ്റ് വർക്കാണ്. സീറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് 6,000 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരു നല്ല രീതിയിലുള്ള മെറ്റീരിയൽ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മെറ്റീരിയൽ ഇട്ട് ചെയ്യുമ്പോൾ 6,000 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിങ്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ ഇട്ടിട്ടാണ് ഈ വണ്ടിയുടെ സീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് സീറ്റ് അഴിച്ചു കൊണ്ടുപോയി അതിൻ്റെ യൂഫോമും കാര്യങ്ങളെല്ലാം ഇല്ലാത്ത സ്ഥലങ്ങളിൽ യൂഫോമൊക്കെ ഫില്ല് ചെയ്ത് അളവെടുത്ത് സ്റ്റിച്ചിങ് ചെയ്തിട്ടാണ് ഡയമണ്ട് കട്ടിങ്ങും കൂടി ചെയ്തിട്ടാണ് നമ്മൾ ഈ സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ടോർപ്പേഡ്, ഗിയർ, സ്റ്റീറിംഗ് വീല്, ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ സീറ്റ് വർക്ക് സ്ലിങ്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ ഇട്ട് ചെയ്തപ്പോഴും അതുപോലെ തന്നെ ഇതേപോലെ യൂഫോമൊക്കെ ആഡ് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്ത് വന്നപ്പോൾ 24,000 രൂപ ടോട്ടൽ എമൗണ്ട് ഈ സീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിന് ഒരെണ്ണത്തിന് 3,500 വന്നിട്ടുണ്ട്. അതിന് 2 എണ്ണം 7,000 രൂപ എമൗണ്ട് വന്നിട്ടുണ്ട്. അത് ഡെപ്പോ എന്ന് പറയുന്ന കമ്പനിയുടെ ഹെഡ്ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിലെ ടൈലൈറ്റ് മാത്രം, അതായത് റിഫ്ലക്ടർ റീപ്ലേസ് ചെയ്തിട്ടില്ല, ടൈലൈറ്റ് മാത്രം ഏകദേശം ഒരെണ്ണത്തിന് 1,800 വന്നിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം 3,600 രൂപ അത് എമൗണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ വണ്ടിക്ക് ഫുള്ളും ടോട്ടലായിട്ട് 85,000 രൂപ എടുത്ത് ഈ വണ്ടി ഫുൾ റീസ്റ്റോറേഷൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 85,000 രൂപ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് അത് വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നാം. പക്ഷേ നമ്മളൊരു 2005 മോഡൽ, അതായത് 16 വർഷമുള്ള വണ്ടി ഫുൾ ഡെന്റിങ് വർക്ക്, അതുപോലെ തന്നെ ഫുൾ പെയിൻറ്റിങ് വർക്ക്, സീറ്റ് കവർ, ഡാഷ്ബോർഡ് പെയിൻറ്റിങ്, ഇതൊക്കെ ചെയ്തിട്ട് പറഞ്ഞ എമൗണ്ടാണ് 88,000 എന്നുള്ളത്. അത് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്ത കാരണമാണ് ഇത്ര റേറ്റ് വന്നത്. ഇതിൽ ഹെഡ്ലൈറ്റ്, ടൈലൈറ്റ് സാധനങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവറിന് തന്നെ 24,000 രൂപ വന്നിട്ടുണ്ട്. സീറ്റ് കവർ സ്ലിങ്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ ഇട്ട് ചെയ്ത കാരണമാണ് അത്ര എമൗണ്ട് വന്നിരിക്കുന്നത്. സാധാരണ സീറ്റ് കവർ നമ്മൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതായത് 4,000 രൂപയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു 12,000 രൂപ ബഡ്ജറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയും ചെയ്യണവരുണ്ട്, ഇങ്ങനെയും ചെയ്യണവരുണ്ട്. ഇത് കസ്റ്റമറുടെ നിർബന്ധപ്രകാരം ഈ ഒരു എമൗണ്ടിലാണ്, അതായത് കസ്റ്റമർക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൽ പ്രീമിയം, അതായത് അതിനൊരു കോംപ്രമൈസ് വേണ്ട എന്ന നിലയ്ക്കാണ് ഇത്ര എമൗണ്ടിലുള്ള സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു റേറ്റിലുള്ള സീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് റേറ്റുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും പാർട്സുകളൊക്കെ വെട്ടി കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നോർമൽ രീതിയിലും ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 85,000 രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാധാരണ ഒരു വണ്ടി, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ആക്സറീസ് കയറ്റുന്നവരുണ്ട്. അതായത് അലൈവിയിൽ 35,000 രൂപ, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സബ് വൂഫർ കാര്യങ്ങളെല്ലാം കയറ്റി 1 ലക്ഷം രൂപയുടെ ആക്സറീസ് കയറുന്നവരുണ്ട്. പക്ഷേ ആ 1 ലക്ഷം രൂപ പഴയ ഒരു വണ്ടിക്ക് റീസ്റ്റോറേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ വണ്ടി നമ്മൾക്ക് 5 വർഷത്തോളം 6 വർഷത്തോളം യൂസ് ചെയ്യാനും സാധിക്കും. അത് കഴിഞ്ഞ് റീടെസ്റ്റ് ഒന്നും കൂടി എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും കൂടി യൂസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ലാൻസറിൻ്റെ റീസ്റ്റോറേഷൻ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി നമ്മളുടെ പണിക്കാരൻ, അതായത് ഡൽഹിയല്ല പട്നയിൽ നിന്ന് വന്ന ഒരു പണിക്കാരനായിരുന്നു. ഇപ്പം ഡയോട്ടയിൽ വർക്ക് ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് എടുത്തൊരു പണിക്കാരനായിരുന്നു. അപ്പോൾ അവൻ നാട്ടിലേക്ക് പോയേക്കായിരുന്നു. അപ്പോൾ അവൻ ഇന്ന് എത്തുന്നുണ്ട്. അപ്പോൾ അവനെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൂടെ തന്നെ ഒരു ഡെൻഡറും, അവിടെ നിന്ന് തന്നെ ഒരു ഡെൻഡറും ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ മലയാളീസാണ് കൂടുതലിട്ട്. നമ്മളുടെ ഗാരേജിൽ ഏകദേശം 12 പണിക്കാരിൽ 2 ആൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്നുള്ള ആൾ. പാലക്കിലെത്തിയപ്പോൾ മഴ തുടങ്ങി.
ചേട്ടൻ നനഞ്ഞു പോയി. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ എത്തി. നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവൻ വന്നിട്ട് നമുക്ക് അവനോട് ചോദിക്കാം നമ്മൾക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നീ എങ്ങനെ എടുത്ത് വരാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരുൺ ഭായ് നമ്മുടെ ഗാരേജിൽ എത്തിയിട്ട്, അരുൺ എന്നാണ് പേര്. അപ്പോൾ നമ്മളെ ഗാരേജിലെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഗാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. अरुण भाई बोलो कैसे आ गया, तो कैसे प्रोटोकॉल कैसा था? मतलब उधर अच्छा है, मतलब ट्रेन में हर चीज का डिस्टेंस बना के रखते हैं. ट्रेन में वो जैसे रेलवे स्टेशन पहुंचते हैं तो वहाँ भी डिस्टेंस बना के रखना पड़ता है. दूसरा नंबर वो सीट भी डिस्टेंस ही के है. जैसे कि एक गैलरी में 8 सीट होता है, उसमें भी मतलब 2 से 3 4 ऐसा होता है. वहाँ भी फुल डिस्टेंस है, बाकी फुल कोऑपरेट है. साफ सफाई भी ट्रेन में अच्छा रहता है. टिकट कैसे मिला? टिकट मिला, ऑनलाइन टिकट मिलता है. टिकट ऐसे नहीं मिलता है, काउंटर अवेलेबल नहीं है, ऑनलाइन है. उसमें आप जहाँ भी जिस स्टेट में भी जाते हो वहाँ का आपको एड्रेस होना चाहिए, वो तभी बुकिंग होता है. और टिकट में और केरला पहुंचा, उधर क्या क्या पूछा रेलवे स्टेशन में? रेलवे स्टेशन में मैं ट्रेन से उतरने के बाद वहाँ पुलिस वाला के वो लगा हुआ था, कैप लगा हुआ था. उन्होंने मुझे बुला के पूछा आप कहाँ से आए हो, कोविड टेस्ट कराए कि नहीं कराए. आप लोग जब भी आओ तो एक बार कोविड टेस्ट उधर से जरूर करवा ले, वो सुरक्षित होती है और कोई टेंशन का बात नहीं होता है. यहाँ पर भी सेम कोविड टेस्ट दिखा के आपको जिधर से आप आए हो उधर का भी आपको टेस्ट वो एड्रेस एंट्री कराना पड़ेगा. दूसरा नंबर आप जिधर जा रहे हो, जिस स्टेट में जिस जगह में, उधर का आपको पूरा एड्रेस देना पड़ेगा. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവൻ ഡൽഹിയിൽ നിന്നാണ് വന്നത്. ഡൽഹിയിൽ നിന്ന് നേരെ ട്രെയിൻ പിടിച്ച് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ട്രെയിൻ പിടിച്ചിട്ട് നേരെ നമ്മളുടെ കേരളത്തിലേക്ക് എത്തി. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ബോഗിയിൽ ഏകദേശം ഒരു ബോഗിയിൽ 20 ആളൊക്കെ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ ഒരു ഗ്യാപ്പും ഡിസ്റ്റൻസൊക്കെ. അപ്പോൾ അതിൽ നമ്മൾക്ക് ഓൺലൈനിൽ ടിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടും. ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ എത്തി. ഇവിടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ചോദിച്ചു. അതുപോലെ തന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ എവിടേക്കാണ് പോണേ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ചോദിച്ചു. അപ്പോൾ നമ്മളുടെ നമ്പർ, അതായത് എൻ്റെ നമ്പർ അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ഇവരോട് ക്വാറന്റൈനിൽ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്യാപ്പ് മാസ്കൊക്കെ ധരിച്ച് ഇറങ്ങുക. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, പുറത്തൊന്നും അധികം ഇറങ്ങണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ താമസിക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഗാരേജിൽ തന്നെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെയുള്ള വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുണ്ടെങ്കിൽ നമുക്ക് വരാനും പറ്റും, ടിക്കറ്റൊക്കെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ.